മുനീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ആകെയുള്ള ഒരു നിസ്കാരം എന്നുള്ള സംഭവം അവനക്കില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാലായി. അത് തന്നെ ഇമാമിന്റെ രണ്ടാമത്തെ ഖുത്ബ കഴിയാൻ നേരത്താണ് അവൻ പള്ളിയിലേക്ക് വരുന്നത്. ഒന്നാമത്തെ ഇമാം ഒന്നാം സലാം വീട്ടുമ്പോഴേക്ക് അവൻ 2 സലാമും വീട്ടി എവിടെയോ എത്തിപ്പോയി. ഇതാണ് ഇവന് ദീനുമായിട്ടുള്ള ബന്ധം. മഹാകവി കാളിദാസൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഉടുദാരമുഖി മൃഗരാജഗടി ഗജരാജവിരാജിത മന്ദഗതി ഇതിസായുവതി ഹൃദയേവസതി കൊച്ചപ കൊതപ കൊസമാ നക്ഷത്ര തുല്യമായ മുഖവും സിംഹത്തിൻ്റെതുപോലുള്ള അരക്കെട്ടും ആനയുടേതുപോലുള്ള നടത്തവുമുള്ള യുവതി ഹൃദയത്തിൽ വസിക്കുമ്പോൾ എന്ത് ജപം, എന്ത് തപസ്, സമാധിവിധി, എന്ത് സമാധിവിധികൾ, എന്ത് നിസ്കാരം, എന്ത് പ്രാർത്ഥന അല്ലേ. പള്ളിയിൽ നിന്ന് അങ്ങനെ ബാങ്ക് കൊടുക്കുന്നു, ഇവനുണ്ടോ വല്ല മൈൻഡും. അവന്റെ മൊബൈൽ ഫോണിൽ നോക്കിയ ഓരോ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. മോനെ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് ആക്കണേ, നീ കാണുന്ന TV ഉണ്ടല്ലോ ഒന്ന് സൈലന്റ് ആക്കണേ, ബാങ്കിനൊന്ന് മൈൻഡ് ചെയ്യണേ. കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് കരുതി തരംതാണവനായി മാറരുതേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥയുടെ മറ്റൊരു ഭാഗം എന്താ? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ റസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. എവിടുന്നാണ് വാർത്ത ലീക്കാവുന്നത്? അയൽവാസികളായ സഹോദരിമാര് നോക്കുമ്പോഴേ രാത്രി 12 മണിക്ക് ആ വീട്ടിൽ ഒരു ലൈറ്റ് കത്തല്, പിന്നെ ഒരു ലൈറ്റ് അണയല്. അതിനിടക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. ഒരു സഹോദരി അയൽ വീട്ടിലെ മറ്റൊരു സഹോദരിയോട് പറയാ, ഈ ആരോടും പറയല്ലേ, ആരോടും പറയല്ലേ. അപ്പൊ ആ സഹോദരി വേറൊരു കാര്യം ഈ ശ്രദ്ധിച്ചോ, അവിടുത്തെ ഇലക്ട്രിക് ഉപകരണങ്ങൾ എപ്പോഴും കേടാണല്ലോ. ഫാന്, മിക്സി, മോട്ടോർ. എന്നിട്ട് അത് നന്നാക്കാൻ വരുന്നത് ആ ഒരേ ഒരു ചെറുപ്പക്കാരനാണ്. ആ തടിയില്ലാത്ത ചെറുപ്പക്കാരനാണോ? അതെ. മിണ്ടണ്ട മിണ്ടണ്ട മിണ്ടണ്ട. എന്നിട്ട് അവര് മിണ്ടി കണ്ടവരോടൊക്കെ പറഞ്ഞു അല്ലേ, കണ്ടവരോടൊക്കെ പറഞ്ഞു. പണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വകാര്യം എന്ന് പറഞ്ഞാല് ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും, അത് ആണുങ്ങൾക്കും അതെ കേട്ടോ, സ്ത്രീകൾക്ക് മാത്രമല്ല, അത് മനസ്സിൽ അവർക്ക് മറച്ചു വെക്കാൻ കുറച്ച് പ്രയാസം. അവര് പറയും ആരോടും പറയരുത് എന്നൊക്കെ പറയും അല്ലേ, പക്ഷേ പലരോടും പറഞ്ഞു പോകും. ഇതാണ് ഈ റസിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. അയൽവാസികളായ സഹോദരിമാർ അറിഞ്ഞു. അവരറിഞ്ഞപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ അറിഞ്ഞു. ഭർത്താക്കന്മാർ അറിഞ്ഞപ്പോഴോ അങ്ങകലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഹൈദറിന്റെ കാതിലും അതെത്തുകയാണ്. എന്ത്? റസിയുടെ വഴിവിട്ട നീക്കങ്ങൾ. പ്രിയപ്പെട്ടവരെ, അങ്ങകലെ മണരാരണ്യത്തിൽ ജോലി ചെയ്യുന്ന ഹൈദർ എന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാതിൽ അത് ചെന്നെത്തുമ്പോൾ കാര്യം കേട്ടത് ഹാല് ചൊന്നത് കൽബ് നീറുന്നേ, അന്ന് വെള്ളുന്നേ. കാര്യം കേട്ടത് ഹാല് ചൊന്നത് കൽബ് നീറുന്നേ, അന്ന് വെള്ളുന്നേ. ആ സ്വപ്നം പോയി മറിഞ്ഞേ, ഒരു നോവുമായി നിറഞ്ഞേ, ഒരു ജന്മം പോയിന്നേ, പലരാരും കരഞ്ഞിടുന്നേ. കാര്യം കേട്ടതും ഹാല് ചൊന്നതും കൽബ് നീറുന്നേ, അന്ന് ഉള്ളുന്നേ. സ്വപ്ന സഖിയിൻ കഥയറിഞ്ഞേ, പേവും ചൂടും അവൾ തരുന്നേ, സൂര്യൻ ചൂടിൽ അലഞ്ഞിടുന്നേ, സൂര്യകാന്തി പൂകരിന്നേ. ആശകളൊന്നായി കഴിയുമ്പോൾ, സ്വസ്ഥ ജീവിതം പൊലിയുമ്പോൾ, കാക്കയാറേ നീ കേൾക്ക് എന്നാറേ. കാര്യം കേട്ടതും ഹാല് ചൊന്നതും കൽബ് നീറുന്നേ, അന്ന് പൊള്ളുന്നേ. തന്റെ പരിചയക്കാരനായ ഡ്രൈവർ തന്നെയാണ് ഹൈദറിന്റെ ഉള്ളു പൊള്ളിക്കുന്ന വിവരം പറയുന്നത്. അത് കേട്ട് ഷോക്കേറ്റതുപോലെ ഹൈദർ നിൽക്കുകയാണ്. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ പോരുന്നതിന്റെ തലേന്നാൾ പോകല്ലേ 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 എന്ന് കെഞ്ചി കരഞ്ഞ എന്റെ ഭാര്യക്ക് ഇതിനൊക്കെ ആകുമോ?
സുലൈമാൻ എന്ന സുഹൃത്ത. അവൻ മറുപടി പറയാ, ഹൈദർ, ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നീ വിശ്വസിക്കണമെന്നില്ല, വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, നാട്ടിലേക്കൊന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. വേണ്ട വേണ്ട, ആരോട് ചോദിക്കാനാ? ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ വിഷയങ്ങളാണോ? നിനക്ക് എന്നോട് കളവ് പറയേണ്ട കാര്യമില്ലല്ലോ സുലൈമാൻ, നമ്മൾ ഒന്നിച്ച് പഠിച്ചു വളർന്നതല്ലേ, നീ പറഞ്ഞത് തന്നെ എനിക്ക് ധാരാളമാണ്. സുലൈമാൻ പറയുകയാ, ഹൈദർ, എന്നോടൊന്നും വിചാരിക്കരുത്, ഞാനും നിന്നെ പോലെ ഒരു പ്രവാസിയ. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എന്റെ ഭാര്യ സുൽഫത്ത് പ്രത്യേകം പറഞ്ഞതാ, ഹൈദർക്കയെ ബേജാറാക്കരുത്, എന്നാൽ കാര്യങ്ങളുടെ ഒരു സൂചന ഹൈദർക്കാക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരേ കമ്പനിയിലെ ഡ്രൈവർമാർ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്ന ദേശീയ പാതയോരത്ത് നിന്ന് ഇരുവരും സംസാരിക്കുകയാണ്. സുലൈമാൻ കഴിഞ്ഞയാഴ്ച നാട്ടിൽ നിന്ന് വന്നതേയുള്ളൂ. ഈ വിവരം കേട്ടിട്ട് എന്താണ് പറയേണ്ടത് എന്ന് ഹൈദറിന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മരണ വാർത്ത കേട്ടാൽ പോലും ഇങ്ങനെ ഒരു നെട്ടലില്ല. അവസാനം സുലൈമാൻ, ഞാൻ പോയിക്കോട്ടെ, യാത്ര ചോദിക്കുകയാ, ഞാൻ ഡ്യൂട്ടിയിലാണ്, ഒന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ഇത് ആളുകൾ പറഞ്ഞ് അസൂയക്കാര് പറഞ്ഞുണ്ടാക്കാൻ സമാധാനിപ്പിക്കുക. സുലൈമാൻ സമാധാനിപ്പിക്കുക, എല്ലാം നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണ്ട, അസൂയക്കാർ പലതും പറഞ്ഞുണ്ടാക്കുമല്ലോ, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും സലാമും പറഞ്ഞ് അവൻ അതാ യാത്ര ചോദിച്ചു പിരിയുകയാണ്. ഹൈദർ കുറെ സമയം അവന് വണ്ടി അവിടെ തന്നെ മരവിച്ചതുപോലെ നിൽക്കുക. കുറെ കഴിഞ്ഞിട്ടാണ് അവൻ വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചത്. വണ്ടിയിൽ കയറിയപ്പോഴോ അവന് ശരിക്കും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. മനസ്സിലുണ്ടായ ഈ ബേജാറ് കാരണം പലപ്പോഴും വണ്ടി വിട്ടുകയാണ്. കുറെ സമയം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഹൈദറിന് ഉറക്കം ശരിയാകുന്നില്ല, വിഭ്രാന്തി തന്നെ. പിന്നെ ജോലിയിലൊക്കെ താളപ്പിഴ സംഭവിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലീവ് എടുത്ത് നാട്ടിൽ പോരാനാണ് ഹൈദർ തീരുമാനിക്കുന്നത്. അതറിയുമ്പോൾ മാനേജർ കോപം കൊണ്ട് തുള്ളുകയാണ്. എന്താണ് ഹൈദർ, നിനക്ക് ലീവോ? അതൊന്നും ശരിയാവില്ല, നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ കിട്ടിയതാ, നിങ്ങൾ ഡ്രൈവർമാർ നാട്ടിലേക്ക് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, പറയൂ. ഞാൻ പറഞ്ഞല്ലോ സാർ, എന്റെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്ക് പോകണം, പോയേ കഴിയൂ. എങ്കിലൊരു കാര്യം ചെയ്യ്, ജോലി രാജിവെച്ച് പോ. അറിയില്ലേ, ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ ഇല്ലേ ജോലി കിട്ടുന്നത്, നിന്റെ ശമ്പളം തന്നെ ഡോളർ രൂപത്തിൽ ശമ്പളം കിട്ടുന്നത് നിനക്ക് ഓർമ്മയില്ലേ? ലക്ഷക്കണക്കിന് രൂപ നിന്റെ കടം വീടിയില്ലേ? ഇതൊക്കെ നീ മറന്നോ? ശരിയാണ് സാർ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഇതിനേക്കാളൊക്കെ വലുത് എന്റെ കുടുംബമാണ്, എനിക്ക് പോകണം, പോയേ പറ്റൂ. എത്രയോ ഗൾഫുകാരെ നമുക്കറിയാം, പ്രാരാബ്ദങ്ങളോടെ ജീവിക്കുന്നവർ. എന്നാൽ ഹൈദറിനോ ഉറച്ച കമ്പനി, ഡോളർ രൂപത്തിൽ ശമ്പളം, ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? കുടുംബ ജീവിതത്തിലെ സന്തോഷം തകർന്നാൽ, വീട്ടിലെ സമാധാനം പോയാൽ പിന്നെ വരുമാനം ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ തന്നെയാണ് അവൻ തീരുമാനിക്കുന്നത്. ഒരു പെരുന്നാൾ സമാഗതമാകുന്നു, ഈ പെരുന്നാളിനെങ്കിലും നാട്ടിലെത്തണമെന്ന് അവൻ വിചാരിക്കുന്നു. ഭാര്യയോട് വിളിച്ചു പറയുന്നു. അവന് പെരുന്നാളിനെ കുറിച്ച് ഒരുപാട് മോഹങ്ങളുണ്ട്. എന്തൊക്കെയാണ് അവന്റെ പെരുന്നാൾ സങ്കല്പങ്ങളെന്ന് പ്രിയപ്പെട്ടവരെ കവിയുടെ വരികളിൽ: ഒരു വട്ടം കൂടി നാട്ടിലെ ഒന്നു പറഞ്ഞെത്താൻ കൊതി, ബീവിയും മക്കളും നിച്ച് പെരുന്നാൾ കൂടുവാൻ